ഗൈസ് 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലോത്ത് മടക്കി വെക്കുമ്പോഴും ഈ സ്മെല്ലുണ്ടല്ലോ ക്ലോത്തിൽ അതുപോലെ തന്നെ നിൽക്കുക. അങ്ങനെ ഒരു ഐറ്റം ആട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഈ സീരീസിൽ വരുന്ന ഒരു 3 പെർഫ്യൂമാണിത്. ഇതിനകത്ത് ബ്ലാക്ക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്തേക്കുന്നത്. നമ്മളിതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മലയാളീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അങ്ങനെ ലിമിറ്റഡ് സാധനങ്ങളുള്ളൂ. നമ്മൾ നോക്കിയിട്ട് നല്ല സാധനങ്ങൾ നോക്കിയിട്ടാണ് സെല് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് വരുന്ന ഒരു പെർഫ്യൂമാണ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യത്തെ അടിയിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ബ്ലാക്ക് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഒരു ദിവസം ക്ലോത്ത് ഇങ്ങനെ മടക്കി വെക്കുക. അപ്പം 5 ദിവസം മുമ്പിട്ട് ക്ലോത്ത് ആണ് ആലോചിക്കണം. അത് വാഷ് ചെയ്ത് മടക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ ആ ഒരു നോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഓറഞ്ചും അതുപോലെ മാൻഡ്രൈനുമാണ് വരുന്നത്. അപ്പം എനിക്ക് ഫ്ലോറലിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൻ്റെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ജാസ്മിന്, വാനില, അത് കഴിഞ്ഞ് ബേസ് ആയിട്ട് വരുന്ന ആംബർ, മസ്ക്, ആ ഒരു അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്. അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് അടിയിൽ നമുക്കൊരു ഇച്ചിരി കട്ടി തോന്നും. ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ, നമ്മൾ നാട്ടിൽ വാഷ് ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു ഇതിൻ്റെ പേരെന്തായിരുന്നു, എന്താ മേഘൻ്റെ പേര്, അതായത് കംഫർട്ടൊക്കെ ഇട്ട് തുണി വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലില്ലേ. അപ്പം ആ ഒരു സ്മെല്ലാണ് ഫസ്റ്റ്. അപ്പം പക്ഷെ അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നോട്ടങ്ങ് മാറിയിട്ട് ഒരു ജാസ്മിന് ആ ഒരു ഫ്ലോറൽ നോട്ടിലേക്ക് വരും. അപ്പം ആ ഒരു നോട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആംബർ മസ്ക് ആ ഒരു നോട്ട് 5 ദിവസം കഴിഞ്ഞപ്പോഴും ക്ലോത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അഹമ്മദ് മഹരിയുടെ ഇഗ്നി ടൂതിന് ശേഷം ഇതുപോലൊരു സാധനം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് പൊളിയാണ് കേസ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ നോട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് നോക്കി അറിയാം. ഓരോ പെർഫ്യൂമിനും ഓരോ നോട്ടുകളാണ് വരുന്നത്. അതായത് ചില ആളുകൾക്ക് ഫ്ലോറലായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഓറഞ്ചിൻ്റെ ഇഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെ പലതാണ്, വാനില, റോസ്, അങ്ങനെ പലതും പലരുടെ ഇഷ്ടങ്ങളാണ്. അപ്പം നമ്മളത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കണം. ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല കേട്ടോ, മസ്റ്റ് ട്രൈ. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറയാണ്. നമ്മൾ പല ആളുകൾക്കും പല സ്മെല്ലാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ മലയാളീസ് ആണെന്നുണ്ടെങ്കിലും എവിടുത്തുകാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരുപാട് വാങ്ങുന്നുണ്ട്. അവരവരുടെ കറക്റ്റായിട്ടുള്ള ഒരുപാട് പേര് കേട്ടോ, ഞാനിങ്ങനെ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും, നിങ്ങൾ നല്ലൊരു ഹോണസ്റ്റ് റിവ്യൂ തരണം എന്ന് പറയും. അപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വാട്സപ്പിൽ അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്, കുറച്ച് പേര്, അതായത് 1-2 കസ്റ്റമേഴ്സ്. ഇതാ പറഞ്ഞത്, ഇതിനെ പറഞ്ഞത്. നമ്മുടെ അടുത്ത് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്തത്. അപ്പൊ ഇതിനകത്താണ് ഒരുപാട് പോയപ്പോഴാണല്ലോ നമുക്ക് 1-2 കമന്റും കൂടെ കിട്ടുന്നത്. അപ്പൊ ആ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു തീരെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തർക്കും ഓരോ പ്രായം. ഒരുപാട് പേര് ഇത് അടിപൊളിയാണ്, പൊളിയാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടപ്പെടുക. അത് മെയിനായിട്ടുള്ളൊരു കാര്യം കേട്ടോ. നമ്മളൊരു ഇത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് അറിയോ, നിങ്ങൾക്കൊരു സൊല്യൂഷൻ. ഞാനൊരു പെർഫ്യൂം മേടിച്ച് അടിക്കുമ്പം എനിക്ക് എന്ത് കിട്ടില്ല, ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പം ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. അപ്പം നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇത് മസ്റ്റാണ്. നിങ്ങളൊന്ന് 5 ദിവസം കഴിയുമ്പോൾ ക്ലോത്ത് എടുത്തിട്ട് മണത്ത് നോക്കണം, ഈ സ്മെല്ല് അതേപോലെ ഉണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. അതും വാഷ് ചെയ്തിട്ട് നോക്കിക്കൂ, എന്നാലും ഈ സ്മെല്ല് മുന്നേ നിൽക്കും.